Welcome to the BSc Main Physics, Semester 1, Paper 1, Mechanics and Properties of Matter. And today we see class number 39, relation connecting the four elastic constants, unit for elasticity, the relation connecting the four elastic constants, Semester 1, BSc Main Physics, Paper 1. So you know, y n k sigma are the four elastic constants, and there are four relations connecting them, and we derive one by one. You know, y n k sigma, y is Young's modulus, n is rigidity modulus, k is bulk modulus, and sigma is the Poisson's ratio, and these four are called the four elastic constants, and there are four relations connecting them. Each relation contains three terms. There are four relations, four constants and four relations, and in each relation there are three terms. Consider, അപ്പോൾ അതിന് നമ്മളൊരു പടം വരയ്ക്കണം. ഇപ്പോൾ റിലേഷൻ ബിറ്റ്വീൻ ഫോർ ഇലാസ്റ്റിക് കോൺസ്റ്റൻസ്, അതിന് പടം വരയ്ക്കണം. ഒരു ക്യൂബാണ് വരച്ചിരിക്കുന്നത്. ആ ക്യൂബ് നോക്കുക, അതൊന്ന് ശരിക്കും വരയ്ക്കണം. ക്യൂബ് വരച്ചിട്ട് അതിൽ 6 സൈഡുണ്ട്. 6 സൈഡ് നമ്മൾ എക്സ് ഡയറക്ഷനിൽ പുറത്തേക്ക് എഫ് എക്സ് എഴുതിയിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും. വൈ ഡയറക്ഷനിൽ എഫ് വൈ എഴുതിയിട്ടുണ്ട്. ഇസഡിൽ എഫ് ഇസഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഈ 6 കമ്പോണൻറ്റ് ഫോഴ്സ് ഇങ്ങനെ വരച്ചൊന്ന് കാണിച്ചു കൊള്ളാം. ഒരു ക്യൂബ് വരക്കുക, ആ ക്യൂബിനകത്തുനിന്ന് സൈഡിലേക്ക് ഫോഴ്സ് കാണിച്ചിരിക്കുകയാണ്. എഫ് എക്സ് ഇൻ എക്സ് ഡയറക്ഷൻ, എഫ് വൈ ഇൻ വൈ ഡയറക്ഷൻ, ആൻഡ് എഫ് ഇസഡ് ഇൻ ഇസഡ് ഡയറക്ഷൻ. ലെറ്റ് us see. അപ്പോൾ ഇതാണ് പടം. യൂണിറ്റ് ക്യൂബാണ്. യൂണിറ്റ് ക്യൂബ് 1 മീറ്റർ നീളം, 1 മീറ്റർ വീതി, 1 മീറ്റർ പൊക്കമുള്ള ഒരു മെറ്റാലിക് ക്യൂബ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ എനി മെറ്റീരിയൽ ക്യൂബ്. കൺസിഡർ യൂണിറ്റ് ക്യൂബ് subjected to 3 stresses normally on 3 mutually perpendicular directions. അപ്പോൾ 3 ഡയറക്ഷനിൽ നമ്മൾ 3 ഫോഴ്സ് കൊടുക്കുന്നതിന് വിചാരിക്കുക. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എന്നർത്ഥം. അപ്പോൾ 3 ഡയറക്ഷനിൽ പുറത്തേക്ക് ഇങ്ങനെ ഫോഴ്സ് ഉള്ളതായിട്ട് വിചാരിക്കുക. The directions are shown in the figure. When a particular set of stresses are applied in one direction, അപ്പോൾ നമ്മൾ ഒരു ദിശയിൽ മാത്രം സ്ട്രെസ് കൊടുത്താൽ സംഭവിക്കുന്നത് എന്താണ്? ഒരു ദിശയിൽ മാത്രം സ്ട്രെസ് കൊടുത്താൽ ആ ദിശയിൽ അതിൻ്റെ വലിപ്പം നീളം കൂടും, മറ്റു ദിശയിൽ അതിൻ്റെ നീളം കുറയും. അപ്പോൾ അതാണ് പറയുന്നത്, ഒരു ദിശയിൽ മാത്രം ഫോഴ്സ് കൊടുത്താൽ. In one direction, if we apply stress in one direction, it will produce elongation in that direction and contraction in the other mutually perpendicular direction. എക്സ് ഡയറക്ഷനിൽ നമ്മൾ ഇതിനെ പുറത്തേക്ക് തള്ളിയാൽ വൈ ഡയറക്ഷൻ, അപ്പോൾ പുറത്തേക്ക് നീളുകയാണെങ്കിൽ ഇപ്പം അകത്ത് നിന്ന് തള്ളുന്നതാണ് വിചാരിക്കുക എക്സ് ഡയറക്ഷനിൽ. അപ്പോൾ എക്സ് ഡയറക്ഷനിൽ അതിൻ്റെ നീളം കൂടിയാൽ, സ്ട്രെയിൻ ഉണ്ടായാൽ, വൈയിലും ഇസഡിലും അതിനൊരു കോൺട്രാക്ഷൻ ഉണ്ടാകും. അപ്പോൾ എക്സിൽ ഡയറക്ഷനിൽ ഇലോങ്ങേഷൻ സ്ട്രെയിൻ ആണെങ്കിൽ മറ്റ് 2 ഡയറക്ഷനിലും കോൺട്രാക്ഷൻ സ്ട്രെയിൻ ആയിരിക്കും. അപ്പോൾ ആ എക്സിലുള്ള ഫോഴ്സ് ഉള്ളപ്പോൾ മാത്രം, വൈയിലാണ് ഫോഴ്സ് എങ്കിൽ തിരിച്ച് സംഭവിക്കും. അപ്പം അതിനിവിടെ നമ്മൾ ലെറ്റ് ലാംഡ ബി ദി ഇലോങ്ങേഷൻ ഡ്യൂ ടു, ഇപ്പോൾ ലാംഡ എന്ന് പറയുക നമ്മൾ, ലാംഡ ബി ദി ഇലോങ്ങേഷൻ ഡ്യൂ ടു യൂണിറ്റ് സ്ട്രെസ്. അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് യൂണിറ്റ് സ്ട്രെസ്സിൻ്റെ ഇലോങ്ങേഷനാണ്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ എക്സ്റ്റൻഷൻ സ്ട്രെയിൻ എന്ന് പറയും. ലീനിയർ എക്സ്റ്റൻഷൻ സ്ട്രെയിൻ. ആൻഡ് മ്യൂ ബി ദി കോൺട്രാക്ഷൻ ഡ്യൂ ടു യൂണിറ്റ് സ്ട്രെസ്. മ്യൂ എന്നുള്ളത് കോൺട്രാക്ഷനാണ്, അതിന് നമ്മൾ കോൺട്രാക്ഷൻ സ്ട്രെയിൻ എന്ന് പറയും. അപ്പോൾ ലാംഡയും മ്യൂവും എന്ന് പറയുന്ന 2 ടേം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ലാംഡയെ വിളിക്കുന്ന പേരാണ് ലീനിയർ എക്സ്റ്റൻഷൻ സ്ട്രെയിൻ, മ്യൂവിനെ വിളിക്കുന്ന പേരാണ് കോൺട്രാക്ഷൻ സ്ട്രെയിൻ, ലാറ്ററൽ കോൺട്രാക്ഷൻ സ്ട്രെയിൻ എന്ന് പറയും. സ്ട്രെസ് ഈസ് കോൺട്രാക്ഷൻ സ്ട്രെയിൻ, ലാറ്ററൽ കോൺട്രാക്ഷൻ സ്ട്രെയിൻ എന്ന് പറയും. ഈ സ്ട്രെസ്സസ് ആർ എഫ് എക്സ്, എഫ് ഐ, എഫ് ഇസഡ്. ഇവിടെ നമ്മൾ സ്ട്രെസ്സിന് എഫ് എക്സ്, എഫ് ഐ, എഫ് ഇസഡ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് എഫ് എന്ന് കേട്ടാൽ ഫോഴ്സ് എന്ന് വിചാരിക്കുന്നത് സ്ട്രെസ്സാണത്. ഫോഴ്സ് ബൈ ഏരിയ ആണെന്ന് ഓർത്തുകൊള്ളാം. ചിലർ ഫോഴ്സായിട്ട് വിചാരിക്കും, അങ്ങനെയല്ല, ഫോഴ്സ് ബൈ ഏരിയയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ എഫ് എക്സ്, എഫ് വൈ, എഫ് ഇസഡ് സിമ്പൽ നമ്മൾ ഫോഴ്സ് ബൈ ഏരിയയ്ക്ക് കൊടുക്കുകയാണ്, സ്ട്രെസ്സിന് കൊടുക്കുകയാണ്.
If stresses Fx, Fy and Fz are acting in mutually perpendicular directions simultaneously, it will produce lambda Fx elongation and mu Fy and mu Fz contractions in x direction. അപ്പോൾ x ഡയറക്ഷനിലെ ടോട്ടൽ ഇലോങ്ങേഷൻ കണ്ടുപിടിച്ചാൽ റിസൾട്ടൻ ഇലോങ്ങേഷൻ കണ്ടുപിടിച്ചാൽ നമ്മൾ ലാംഡ എഫക്സ് പോസിറ്റീവ് എടുക്കണം, മറ്റേ രണ്ട് നെഗറ്റീവ് എടുത്ത് കൂട്ടണം. അപ്പോൾ അതാണ് ഇവിടെ ഒരു റിസൾട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത്. എന്താ റിസൾട്ട് എന്ന് നോക്കി, ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. therefore resultant elongation in x direction, resultant elongation x direction is given by Ex is equal to lambda fx minus mu fy minus mu fz. അപ്പോൾ എക്സിലേക്ക് നമ്മൾ സ്ട്രെസ് കൊടുക്കുമ്പോൾ വൈയിലും ഇസഡിലും കോൺട്രാക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഈ എക്സിലുള്ള എക്സ്റ്റൻഷൻ ഇങ്ങനെ എഴുതുന്നത്. Ex is equal to lambda fx minus mu fy minus mu fz. കാരണം എക്സിലാണ് ഇലോങ്ങേറ്റ് ചെയ്യുന്നത്. നമ്മൾ എക്സ് ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ എക്സിൽ ഇലോങ്ങേറ്റ് ചെയ്യും, മറ്റ് രണ്ട് ഡയറക്ഷനിലും കോൺട്രാക്ഷൻ ഉണ്ടാകും. അപ്പോൾ എല്ലാം കൂടി കൂട്ടി വേണം റിസൾട്ടൻ്റ് ഇലോങ്ങേഷൻ എക്സ് ഡയറക്ഷനിൽ പറയാൻ. ഇക്വേഷൻ നമ്പർ എ. ഇനി നമ്മൾ ഓരോ സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ പോകും. മറ്റ് ദിശയിലും ഇതുപോലെയുള്ള എക്സ്പ്രഷൻസ് നമുക്ക് എഴുതാവുന്നതാണ്. വി ക്യാൻ ഓൾസോ റൈറ്റ് സിമിലർ എക്സ്പ്രഷൻസ് ഇൻ ദി അതർ ടു ഡയറക്ഷൻസ് ആസ് Ey is equal to lambda Fy minus mu Fz minus mu Fx. Ez is equal to lambda Fz minus mu Fx minus mu Fy. സൈക്ലിക് ഓർഡറിൽ എഴുതിയാൽ മതി. ഇനി ഓരോ കേസ് പറയണം. കേസ് 1 വോളിയം സ്ട്രെയിൻ. ഫോർ ദിസ് ദ കണ്ടീഷൻ ഇസ് Fx is equal to Fy is equal to Fz equal to F. അപ്പോൾ ഈ വോളിയം സ്ട്രെയിൻ ഉണ്ടാകുമ്പോൾ എക്സിലും വൈയിലും ഇസഡിലും എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ 3 ഫോഴ്സും ഉണ്ടാകണം. അത്തരം കേസിൽ വോളിയം സ്ട്രെയിൻ എന്തായിട്ട് മാറും എന്ന് നോക്കാം നമുക്ക്. ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇൻവോൾവ്ഡ് ഈസ് ബൾക്ക് മോഡുലസ്. ഇപ്പോൾ വോളിയം സ്ട്രെയിൻ ആണെങ്കിൽ അവിടെ വരുന്ന മോഡുലസ് ബൾക്ക് മോഡുലസ് ആയിരിക്കും. ബൾക്ക് മോഡുലസ് ഇക്വേഷൻ എ ബിക്കംസ്, ഇപ്പോൾ വോളിയം സ്ട്രെയിൻ്റെ കേസിൽ ഇക്വേഷൻ ഏതായിട്ട് മാറും, നമ്മൾ Fx Fy Fzഉം F ആയിട്ട് കൊടുത്താൽ മതി. ഇക്വേഷൻ 1 ബിക്കംസ് E is lambda F minus mu F. ദാറ്റ് ഈസ് E is lambda F minus 2 mu F. കാരണം അവിടെ Fxൻ്റെ Fyയുടെ Fzൻ്റെ സ്ഥാനത്ത് F എന്ന് കൊടുക്കണം എല്ലാം. ഇക്വേഷൻ എയിൽ എ മുകളിലുണ്ട്. ദാറ്റ് ഈസ് E is lambda F minus 2 mu F. അവിടെ F കോമൺ ഫാക്ടർ എടുക്കണം. E is F into lambda minus 2 mu എന്ന് കിട്ടും. അതാണ് നമുക്ക് കിട്ടുന്ന ഇലോങ്ങേഷൻ. അപ്പോൾ അത് സ്ട്രെയിനായിട്ട് പറയണം. സ്ട്രെയിൻ വോളിയം സ്ട്രെയിനായിട്ട് പറയണം. ദിസ് ഇസ് ലീനിയർ സ്ട്രെയിൻ. ഇപ്പോൾ നമ്മൾ എന്ന് മാത്രം എഴുതിയാൽ അത് ലീനിയർ സ്ട്രെയിൻ ആണ്. അതിനെ വോളിയം സ്ട്രെയിൻ ആക്കി മാറ്റണം. ബട്ട് വോളിയം സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു ലീനിയർ സ്ട്രെയിൻ. ഈ 3E ആണ് വോളിയം സ്ട്രെയിൻ, 2E ആണ് ഷിയറിംഗ് സ്ട്രെയിൻ എന്നൊരു കണക്കുണ്ട്. ബട്ട് വോളിയം സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു ലീനിയർ സ്ട്രെയിൻ, ദാറ്റ് ഇസ് ഈക്വൽ ടു 3E ഈക്വൽ ടു 3F ഇൻറ്റു ലാംഡ മൈനസ് 2 mu. Therefore work modulus is K is equal to volume stress by volume strain, that is K is F by F എന്നുള്ള സ്ട്രെയിൻ സ്ട്രെസ് ആണ് എന്ന് ഓർക്കണം. K is F by 3F ഇൻറ്റു ലാംഡ മൈനസ് 2 mu. അവിടെ F വെട്ടിപ്പോയിട്ട് K is 1/3 ഇൻറ്റു ലാംഡ മൈനസ് 2 mu എന്ന് കിട്ടും. ഒരു പ്രധാനപ്പെട്ട ഇക്വേഷനാണ്. അത് കാര്യം നമ്മൾ ലാംഡ മൈനസ് 2 mu എടുത്തെഴുതും. അതിൽ നിന്ന് ലാംഡ മൈനസ് 2 mu എടുത്തിടുമ്പോൾ നമുക്ക് 1/3K എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 1. കേസ് 2 ഷിയറിംഗ് സ്ട്രെയിൻ. രണ്ടാമത്തെ കേസ്. ഒന്നാമത്തെ കേസാണ് വോളിയം സ്ട്രെയിൻ പറഞ്ഞത്. അവിടെ നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷനാണ് ലാംഡ മൈനസ് 2 mu ഈസ് ഈക്വൽ 1/3K. ഇക്വേഷൻ നമ്പർ 1. കേസ് 2 ഷിയറിംഗ് സ്ട്രെയിൻ. ദ കണ്ടീഷൻ ഈസ് Fx ഈസ് ഈക്വൽ മൈനസ് Fy ആൻഡ് F is 0. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് ഷിയറിംഗ് സ്ട്രെയിൻ്റെ കണ്ടീഷൻ. സേ Fx ഈസ് ഈക്വൽ F, ദെൻ Fy ഈസ് ഈക്വൽ മൈനസ് F ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ എ, ദെൻ ഇക്വേഷൻ എ ബിക്കംസ് E is equal to lambda F minus mu minus F minus mu of minus F minus 0. That is E is lambda F. E equal to lambda F plus mu of, that is E equal to F into lambda plus mu, or taking F as common factor. അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ പറയുന്നത് but the shear strain is equal to 2 into linear strain, that is 2F into lambda plus mu. Therefore rigidity modulus
n is equal to shearing stress by shearing strain. That is n is equal to F by 2 of into lambda plus mu. N is 1 by 2 lambda plus mu. Equation number 2. That is lambda plus mu is equal to 1 by 2n. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അത് ഇക്വേഷൻ നമ്പർ 2. അങ്ങനെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഇക്വേഷൻ നമുക്ക് കിട്ടി. That we write as equation number 2. അതാണ് ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് പറയേണ്ടത് ലീനിയർ സ്ട്രെയിൻ്റെ കേസാണ്. ലീനിയർ സ്ട്രെയിൻ. In this case, the condition is fx is f, fy is fz is 0. ഒരു ഡയറക്ഷനിൽ മാത്രമേ ഫോഴ്സ് ഉണ്ടായിരിക്കുകയുള്ളൂ. മറ്റ് രണ്ട് ഡയറക്ഷനിലും ഫോഴ്സ് 0 ആയിരിക്കും ലീനിയർ സ്ട്രെയിൻ്റെ കേസിൽ. നമ്മുടെ ഇക്വേഷനെ ഓർക്കുക. ഇക്വേഷൻ എ ബിക്കംസ് ഇ ഈസ് ഈക്വൽ ലാംഡ എഫ് മൈനസ് 0 അത് രണ്ടും 0 ആണല്ലോ. ദാറ്റ് ഈസ് ഇ ഈസ് ഈക്വൽ ലാംഡ എഫ്. ദിസ് ഈസ് ലീനിയർ സ്ട്രെയിൻ. Therefore, Young's modulus is equal to y is equal to linear stress by linear strain. That is y is f by e, or y is equal to f by lambda f. F cancels. That is y is equal to 1 by f. Equation number 3. അപ്പം അങ്ങനെ നമുക്ക് ലാംഡയിലും മ്യൂവിലും 3 ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് റീറൈറ്റ് ചെയ്യണം. എന്നിട്ട് അത് സോൾവ് ചെയ്തിട്ട് ലാംഡയും മ്യൂ എന്ന് കണ്ടുപിടിക്കണം. ടു ഫൈൻഡ് ലാംഡ ആൻഡ് മ്യൂ. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ് ഈ സ്റ്റെപ്പ് പഠിച്ചു കഴിഞ്ഞാൽ. ടു ഫൈൻഡ് ലാംഡ ആൻഡ് മ്യൂ. ഇക്വേഷൻ 1 ഈസ് ലാംഡ മൈനസ് 2 മീൻസ് 1 by 3k. ഇക്വേഷൻ 1. ഇക്വേഷൻ 2 ഈസ് ലാംഡ പ്ലസ് മ്യൂ ഈസ് 1 by 2n. ഇക്വേഷൻ നമ്പർ 2. 1 by 2. 1 minus 2 സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കാണാം ലാംഡ വിട്ടി പോവും. മൈനസ് 3 മ്യൂ ഈസ് ഇക്വൽ 1 by 3k മൈനസ് 1 by 2n. അപ്പം അതിൽ ഒന്നുകൂടി എഴുതുമ്പോൾ മൈനസ് 3k ഈസ് ഈക്വൽ ടു 2n മൈനസ് 3k by 6kn. എൽസിയം കണ്ട് സബ്ട്രാക്ട് ചെയ്തതാണ്. That is mu is equal to 3k minus 2n by 18kn. Equation number 4. Put this mu in equation 2. ഇത് ഇക്വേഷൻ 2-നകത്ത് കൊടുക്കുക. 2 നോക്കുക നിങ്ങൾ. ലാംഡ പ്ലസ് മ്യൂ എന്നുള്ള ആ ഇക്വേഷൻ. അപ്പോൾ 2-നകത്ത് കൊടുക്കുക. 2-നകത്ത് കൊടുക്കുമ്പോൾ ലാംഡ പ്ലസ് 3k minus 2n by 18kn is 1 by 2n. അപ്പോൾ ഇവിടെ ലാംഡ കാണുമ്പോൾ നമ്മൾ 3k minus 2n by 18kn റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണം. ലാംഡ ഈസ് 1 by 2n മൈനസ് ഓഫ് 3k minus 2n by 18kn. അത് എൽസിയം കണ്ട് സബ്ട്രാക്ട് ചെയ്യണം. എൽസിയം കണ്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. ലാംഡ ഈസ് 18kn. In the numerator we get 9k minus 3k plus 2n cancels sometimes. Lambda is equal to 6k plus 2n by 18kn. Equation number 5. ഇനി നമുക്ക് ഓരോ മോഡൽസ് കണ്ടുപിടിക്കാം. പുട്ട് ലാംഡ ഇൻ ഇക്വേഷൻ 3. എന്താണ് ഇക്വേഷൻ 3? y is 1 by lambda ആണ്. അല്ലെങ്കിൽ ലാംഡ ഈസ് 1 by y ആണ്. അപ്പോൾ ലാംഡയുടെ വാല്യൂ ഇവിടെ കൊടുക്കുക. y is 1 by 6k plus 2n by 18kn. അത് മറിച്ചിട്ട് എഴുതിയാൽ മതി. അപ്പോൾ എന്ത് കിട്ടും? y is equal to ഒന്നാമത്തെ ഇക്വേഷൻ കേട്ടോ. y is equal to 18kn by 6k plus 2n. y is equal to 18kn by 6k plus 2n. This is the relation connecting y and k. y and k സിഗ്മയാണുള്ളത്. 4 ക്വാണ്ടിറ്റി ആണുള്ളത്, y and k and സിഗ്മ. അപ്പോൾ അവ തമ്മിൽ 4 റിലേഷൻ ഉണ്ട്. ഒന്നാമത്തെ റിലേഷൻ ഇത് y is equal to 18kn by 6k plus 2n. ഇത് y n k റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് പോയിസൺസ് റേഷ്യോ എന്ന് ഡിഫൈൻ ചെയ്യുക. പോയിസൺസ് റേഷ്യോയ്ക്ക് ഒരു ഇക്വേഷൻ കണ്ടെത്തുകയാണ്. എന്താണ് പോയിസൺസ് റേഷ്യോ? സിഗ്മ ഈസ് ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലീനിയർ സ്ട്രെയിൻ. ദാറ്റ് ഈസ് മ്യൂ ഈസ് ഈക്വൽ ടു സിഗ്മ ഈസ് ഈക്വൽ മ്യൂ ബൈ ലാംഡ. മ്യൂവിൻ്റെയും ലാംഡയുടെയും ഇക്വേഷൻസ് നമ്മൾ കണ്ടുപിടിച്ചതാണ്. അത് കണ്ടു കൊടുക്കുക. മുകളിലുണ്ട് സിഗ്മ ഈസ് ഈക്വൽ ടു 3k minus 2n by 18kn by 9kn plus 3k plus n. നിങ്ങൾ മുകളിലോട്ട് കയറി നോക്കിയാൽ മതി. അല്ലെങ്കിൽ നോട്ട് എഴുതിയെങ്കിൽ ആ നോട്ടിനകത്ത് നോക്കിയാൽ കാണാം ആ ഇക്വേഷൻ. ഇപ്പം മ്യൂ ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് നമ്മൾ മറിച്ചെഴുതി ഗുണിക്കുമ്പോൾ കിട്ടുന്നത് എന്താണെന്ന് നോക്കിയേ. That sigma is 3k minus 2n by 6k plus 2n. ഇക്വേഷൻ നെക്സ്റ്റ് നമ്പറാണ്.
next number equation. This is the relation connecting nk sigma. അപ്പോൾ nk sigma ഇക്വേഷനായി. നമ്മൾ yn k ഇക്വേഷൻ നേരത്തെ എഴുതി, ഇത് nk sigma ഇക്വേഷനായി. ഇനി അടുത്തത് yn sigma ഇക്വേഷൻ പറയാൻ പോകുന്നു. yn sigma ഇക്വേഷൻ. We have sigma is equal to 3k minus 2n by 6k plus 2n. Add 1 on both sides. രണ്ട് സൈഡിൽ 1 ആഡ് ചെയ്യുക. 1 plus sigma is equal to 1 plus 3k minus 2n by 6k plus 2n. That is 1 plus sigma is equal to ഈ LCM കണ്ട് ആഡ് ചെയ്യണം. അപ്പോൾ 6k plus 2n plus 3k minus 2n by 6k plus 2n. ഇവിടെ 2n വെട്ടിപ്പോവും. പ്ലസ് മൈനസ് 1 വെട്ടിപ്പോയിട്ട് നമുക്ക് കിട്ടുന്നത് 1 plus sigma is equal to 9k by 6k plus 2n. മൾട്ടിപ്ലൈ ബൈ 2n. രണ്ട് സൈഡിലും 2n കൊണ്ട് ഗുണിക്കുക. 2n into 1 plus sigma is equal to 18kn by 6k plus 2n. 2 വെട്ടിപ്പോവുക റൈറ്റ് സൈഡിൽ, താഴെ മുകളിൽ. 2n into 1 plus sigma is equal to 9kn by 3k plus n. എന്താണ് 9kn by 3k plus n? അത് y ആണ്. So 2n into 1 plus sigma is y, since y is equal to 9kn by 3k plus n. അപ്പോൾ ഇതാണ് yn sigma റിലേഷൻ. yn sigma റിലേഷൻ. ഇനി ഒരെണ്ണം കൂടി നമുക്ക് കാണാനുണ്ടല്ലോ. ഏതാണ് റിലേഷൻ? അത് yk sigma റിലേഷനാണ്. yk sigma റിലേഷൻ. അത് കണ്ടുപിടിക്കാൻ നമ്മൾ സിഗ്മ വീണ്ടും എടുത്തെഴുതണം. സിഗ്മ is equal to 3k minus 2n by 6k plus 2n multiply both sides by -2. രണ്ട് സൈഡിലും -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. -2 സിഗ്മ is equal to ഇപ്പുറത്ത് -2 into 3k minus 2n by 6k plus 2n. -2 sigma is equal to -6k plus 4n, minus into minus, plus 4n by 6k plus 2n. എന്നിട്ട് ആഡിങ് 1 on both sides. ഇപ്പോൾ നേരത്തെ നമ്മൾ 1 ആഡ് ചെയ്തിരുന്നു. ഇവിടെ ആഡിങ് 1 on both sides. 1 minus 2 sigma is 1 plus minus 6k plus 4n by 6k plus 2n. 1 minus 2 sigma is equal to, ഇവിടെ LCM കണ്ട് കൂട്ടുക. Add after finding LCM 6k plus 2n, numerator is 6k plus 2n minus 6k plus 4n. അവിടെ 6k വെട്ടിപ്പോവും, പ്ലസ് മൈനസ്. 1 minus 2 sigma is equal to 6n by 6k plus 2n. മൾട്ടിപ്ലൈ ബൈ 3k. അതിലെ രണ്ട് സൈഡിൽ 3k കൊണ്ട് ഗുണിക്കുക. മൾട്ടിപ്ലൈ ബൈ 3k. 3k into 1 minus 2 sigma is 18kn by 6k plus 2n. That is 3k into 1 minus 2 sigma is equal to 9kn by 3k plus n. What is 9kn by 3k plus n? That is y. Therefore 3k into 1 minus 2 sigma is equal to y. That is the ninth relation. And this is the relation connecting yk and sigma. So all the four relations we obtained. So the last step ഇതാണ്. The four relations are 1. നമ്മൾ നേരത്തെ കിട്ടിയ 4 റിലേഷൻ എടുത്തെഴുതുക. Rewrite all the 4 equations we obtained. Number 1, y is 9kn by 3k plus n. Number 2, sigma is 3k minus 2n by 6k plus 2n. Number 3, y is 2n into 1 plus sigma. Number 4, y is 3k into 1 minus 2 sigma. You see, the first relation isynk relation. The second is nk sigma relation. The third is yn sigma relation. The fourth is yk sigma relation. There are 4 elastic constants, y, n, k and sigma, and there are 4 relations as shown here. And this is an important essay type question. The question may be like this. Derive the relations connecting 4 elastic constants. 4 ഇലാസ്റ്റിക് കോൺസ്റ്റൻറ്റുകൾ ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. അതിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ക്യൂബ് അങ്ങോട്ട് വരയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം ഒരു ക്യൂബിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ആ ക്യൂബ് വരയ്ക്കണം. ഇക്വേഷൻ എ അങ്ങോട്ട് എഴുതണം. ഇക്വേഷൻ എ എക്സിൻ്റെ ഇക്വേഷൻ എഴുതണം. എന്നിട്ട് 3 കേസ്, വോളിയം സ്ട്രെയിൻ, ഷിയറിംഗ് സ്ട്രെയിൻ, അതുപോലെ തന്നെ ലീനിയർ സ്ട്രെയിൻ, അതിൻ്റെ 3 കേസ് എഴുതി നമ്മൾ ലാംഡയുടെയും മ്യൂവിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. പിന്നെ സോൾവ് ചെയ്താൽ മതി.
അപ്പോൾ ഒന്ന് എഴുതി നോക്കണം, നോട്ടൊക്കെ എഴുതിയതിന് ശേഷം ഒന്ന് ബുക്കിൽ പകർത്തി നോക്കണം കാണാതെ. അങ്ങനെയാണ് പഠിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു എസ്സേ ക്വസ്റ്റ്യനാണ്. That is all with your 39th lecture on paper 1 mechanics and properties of matter. In the next class we see the limiting values of Poisson's ratio. What are the limiting values? We find its limiting values theoretically. That is all with this lecture. Thank you very much.